ആസ്വാദനക്കുറിപ്പ് ഉള്ളിൽ വേണം. ആസ്വാദനക്കുറിപ്പുമായി അപ്പോൾ നമുക്ക് എന്തായി നല്ല ക്വസ്റ്റ്യൻ ബേസ്ഡ് നമ്മുടെ ക്ലാസ് നമുക്ക് മനസ്സിലാവും ചെയ്യും. നെക്സ്റ്റ് നോക്കാം, ഡിസ്കഷൻ എന്താ നോക്കാം നമുക്ക്. എന്ത് ഉപ്പിൻ്റെ കണ്ടന്റ്, ഉപ്പ് എന്ന കവിതയിൽ ONV കുറുപ്പിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ആശയ വിശകലനം എന്താണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വസ്തുവാണ് ഉപ്പ്. അത് നിങ്ങളും അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ദെൻ അത് ഏറുകയോ കുറയുകയോ, അത് ഉപ്പ് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ പ്രശ്നമാണ്. ഒരു നുള്ള് തരി മതിയെന്ന് ശരീരത്തോട് അലിഞ്ഞു ചേരും. ജലത്തിൽ അലിഞ്ഞു ചേർന്ന ഉപ്പിന് അതിൻ്റെ പ്രത്യക്ഷ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല, എന്നാൽ അതിൻ്റെ രുചി നമുക്കറിയാം. ജലത്തിൽ അലിഞ്ഞു ചേരുന്ന ഉപ്പ് പോലെയാണ് പാരമ്പര്യവും തനിമയും. അത് ജീവനിൽ അലിഞ്ഞിരിക്കുന്നു. 9 വരികൾ വീതമുള്ള 2 ഭാഗങ്ങളിലാണ് ഉപ്പ് എന്ന കവിത പിന്നിലെ 9 വരികളുള്ള 2 ഭാഗം കുറച്ചുള്ളൂ. നമ്മൾ നേരത്തെ മിസ് വായിച്ച് കേട്ടല്ലേ പറയുന്നത്. പിന്നെ ഇതിൽ ഉപ്പ് ജലത്തിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ അതിൻ്റെ ഭൗതിക രൂപം കാഴ്ചയിൽ നിന്ന് മറയും. ഇവിടെ മുത്തശ്ശി ആത്മാവിൽ അലിഞ്ഞു ചേർന്ന ഉപ്പ എന്നും ഉണ്ണിക്കൊപ്പം ഉണ്ടാവണമെന്നാണ് പറയുന്നത്. പ്ലാവിലെയും പൊടിക്കരിഞ്ഞിയും ഉപ്പുതരിയും മുത്തശ്ശിയും കേരളീയതയുടെ ചിഹ്നമാണ്. പൊടിയരിക്കഞ്ഞി, പ്ലാവില, മുത്തശ്ശി ഇതൊക്കെ നമ്മുടെ കേരളീയതയുടെ ചിഹ്നത്തെ ഒറിജിനൽ നമ്മൾ കേരളീയ ആരാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്നു. നിങ്ങൾ എഴുതണം. ഗ്രാമീണ ജീവിതത്തിൻ്റെ ചിത്രം തന്നെ നമുക്കിതിലൂടെ മനസ്സിലാവുന്നു. ഉപ്പുതരികൾ കഞ്ഞിയിൽ അലിഞ്ഞു ചേരുന്നത് പോലെ മുത്തശ്ശിയും ഒരു നാൾ അലിഞ്ഞു ചേരും, ഭൂമിയിലേക്ക് മരിച്ചു പോകുന്ന അർത്ഥം. എങ്കിലും നിന്നിലെ ഉപ്പായി ഈ മുത്തശ്ശി എന്നും നിന്നെ കൂടം. നിന്നിലെ ഉപ്പായിട്ട് എന്നും മുത്തശ്ശി നിന്റെ കൂടെ തന്നെ ഉണ്ട്. മുത്തശ്ശി ഒരിക്കലും നിന്നെ വിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഗ്രാമീണ ജീവിതം. ചില്ലുപാത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം. തീൻ മേശ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ നമുക്കറിയാം. വാറ്റുക എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, വിജ്ഞാനം, അറിവ്, അങ്ങനെ അർത്ഥങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അടുക്കളയിലെ മേശപ്പുറത്ത് ചില്ലുപാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കറിയുപ്പിനെ ചൂണ്ടി കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പുണ്ടാക്കുന്നത്. ശാസ്ത്ര സത്യം കവി ഒരു കവിതയിലൂടെ പറയുന്നു. നേരത്തെ വായിച്ച വരിയിലല്ലേ കടൽ വറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. നെക്സ്റ്റ്, പിന്നീട് കടൽ കാണാൻ പോയപ്പോൾ അതിൻ്റെ തീരത്തു നിന്ന് തന്നെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ചുരന്നൊഴുകിയ മുലപ്പാലിൻ്റെ പാതയിൽ മുങ്ങി മരിച്ചൊരു അമ്മയെയും കവി ഇതിലൂടെ പറയുന്നു. മരണത്തിൻ്റെ ഭിന്നമായ മുഖങ്ങളാണ് ഇതിലെ കവിതയിൽ നമുക്ക് കാണാം. ഉപ്പ് പോലെ അലിഞ്ഞില്ലാതാവുന്ന മുത്തശ്ശി. അപ്പം മുത്തശ്ശിയുടെ മരണവും ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഉപ്പ് പോലെ ഞാനും ഒരിക്കൽ അലിഞ്ഞില്ലാതാവുമെന്ന് മുത്തശ്ശി പറയുന്നു. തലമുറകൾ കൈമാറി വന്ന പാരമ്പര്യത്തിന് രൂപത്തിൽ മാത്രമേ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. രൂപത്താൽ മറഞ്ഞു പോകുമ്പോഴും അറിവായി തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. വളരെ ചുരുങ്ങിയ വരികളിലൂടെ ആഴമേറിയ ജീവിതദർശനങ്ങളാണ് ഈ ONV ഒരു കവിതയിലൂടെ കൊടുക്കുന്നത് അല്ലേ. നല്ല നിത്യോപയോഗ വസ്തുവായ കറിയുപ്പിനുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയുന്നതാണ്. എത്ര നല്ല ഭക്ഷണമായാലും ഉപ്പ് ചേർത്താലേ അതിന് രുചിയുള്ളൂ. പാകത്തിന് ഉപ്പ് ചേർന്ന ഭക്ഷണവും ഭാവതാലങ്ങൾ വെന്നിച്ച വാക്കുകളും, അതായത് പാകത്തിന് ഉപ്പും പാകത്തിനുള്ള സംസാരം, പ്രവൃത്തി, ആറ്റിറ്റ്യൂഡൊക്കെ നല്ല രീതിയിലേ പോകുള്ളൂ. പറയാം ലവണം, ലാവണ്യം എന്നീ ലവണം, ലാവണ്യം എന്നീ വാക്കുകൾ നല്ല ബന്ധമുള്ളവയാണ്. കേരളത്തിൻ്റെ ഗീതി പാരമ്പര്യമാണ് ONV കവിതയിൽ പാടുന്നത്. പൊരുളിന് പ്രാധാന്യമുള്ള രീതിയാണിത്. വിപ്ലവബോധത്തിനെയും സ്വാതന്ത്ര്യബോധത്തിനെയും കാഹളധ്വനി നാടുപറഞ്ഞ് മുഴങ്ങിയാണ് ONV രചന ആരംഭിച്ചത് അല്ലേ. അധസ്ഥിതരുടെ പുരോഗതിയെ പറ്റിയും വികസന പറ്റിയും ഒക്കെ അദ്ദേഹം ഇതിലൂടെ പറയുന്നു. അപ്പോൾ ഉപ്പിൻ്റെ ഇൻട്രൊഡക്ഷനും പറഞ്ഞു, കണ്ടന്റും പറഞ്ഞു, നമ്മൾ കൺക്ലൂഷനും പറഞ്ഞു. അമ്മ നെഞ്ചിൽ നിന്ന് ഉറയുന്ന മുലൽപ്പാലിൽ മുങ്ങി മരിക്കുന്ന ഒരു അമ്മയുടെ മരണവും ഇതിലൂടെ പറയുന്നു. പിന്നെന്താണ്, ഉപ്പ് അലിഞ്ഞു പോകുന്ന പോലെ ഒരിക്കൽ ഞാനും അലിഞ്ഞു പോകുമെന്ന് ആര് പറയുന്നു? മുത്തശ്ശിയും പറയുന്നു. അപ്പം മരണത്തിൻ്റെ ചെറിയൊരിതും ശാസ്ത്ര സത്യമാണ് മരണം. ഒരിക്കൽ ജനിച്ചാൽ മരണം ഉറപ്പാണെന്നുള്ള ഒരു കാര്യം കൂടി ഇതിലൂടെ ജനങ്ങളെ ONV ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് കവിതകൾ നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം നമുക്ക് ഒരു എന്ത് ചെയ്യാം, നമുക്ക് പാഠങ്ങൾ നോക്കാം അല്ലേ. നെക്സ്റ്റ് മനുഷ്യപുത്രി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മനുഷ്യപുത്രി, വെള്ളപ്പൊക്കത്തിൽ, മരപ്പാവകൾ, കോലാട് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഥകളാണ്. ഇതിൽ ജന്മദിനം എന്ന കവിതയിൽ ജന്മദിനം ഒരു പാഠഭാഗമാണ് കേട്ടോ. ജന്മദിനം എനിക്ക് മരണമില്ല,
ഉപ്പ്, പിന്നെന്താ പൂക്കളം അല്ല, ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് പാഠങ്ങൾ കുറേ ഇനിയും പഠിക്കാനുണ്ട്. അടുത്ത നമ്മളൊരു കവിതയിലേക്ക് തന്നെ പോവാം അല്ലേ. നെക്സ്റ്റ് നമ്മുടെ കവിതയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്ത അമ്പലമണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്പലമണി അല്ലേ. അമ്പലമണി ആരെഴുതി നമുക്ക് നോക്കാം. അമ്പലമണി അമ്പലമണി സുഗതകുമാരിയാണ്. അമ്പലമണി എഴുതിയത് സുഗതകുമാരി. അറിയാലോ, സുഗതകുമാരിയെ പറ്റി അറിഞ്ഞൂടെ? സുഗതകുമാരി നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള സുഗതകുമാരിയുടെ കുറേ കവിതകൾ നമ്മൾ വായിച്ചതാണ് അല്ലേ. ഇതിൽ പിന്നെ സുഗതകുമാരിയുടെ കാവ്യജീവിതത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് അല്ലേ. കാവ്യജീവിതം. ഓക്കെ, അദ്ദേഹം നമ്മുടെ കവയിത്രിയുടെ കാവ്യജീവിതത്തെ പറ്റി പരിചയപ്പെടുത്തുന്നു. പിന്നെ കാലഘട്ടത്തെപ്പറ്റി, ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. കാലഘട്ടത്തിൻ്റെ സവിശേഷതയെപ്പറ്റി മനസ്സിലാക്കാം. പിന്നെ ആധുനിക കവിത, കാൽപ്പനിക കവിതയെപ്പറ്റി മനസ്സിലാക്കാം. കാൽപ്പനിക കവിത, ആധുനിക കവിത. ഓക്കെ, കാൽപ്പനിക കവിത, ആധുനിക കവിതയെ പറ്റി മനസ്സിലാക്കാം. പിന്നെ വേറൊരു നമുക്ക് നോക്കാനുള്ള കവിതയാണ് ഇത്. അമ്പലമണി കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് കവിത കടമ്മനിട്ട. കടമ്മനിട്ട ആരാ? കടമ്മനിട്ട ആരാ അറിയോ? കടമ്മനിട്ട രാമകൃഷ്ണങ്ങൾ കേട്ടിട്ടില്ലേ? കടമ്മനിട്ട രാമകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ? കടമ്മനിട്ട രാമകൃഷ്ണൻ. കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന അമ്പലമണി. ഇതിലെന്താ പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ. പിന്നെ കടമ്മനിട്ട രാമകൃഷ്ണൻ, കടമ്മനിട്ട കവിതകളുടെ സവിശേഷതകളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ മിസ് എഴുതണല്ലേ, ഇതിൻ്റെ സവിശേഷതകളാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് പറയാനുള്ളത്. കടമ്മനിട്ട കവിയുടെ സവിശേഷതകൾ കൂടാതെ കടമ്മനിട്ട എന്ന കവിതയുടെ രൂപപരവും ഭാവപരവുമായ സവിശേഷതകളും കാവ്യജീവിതത്തെ പറ്റിയും, പിന്നെ നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നോ, നല്ല വരികളാണ്.